എടുക്കട്ടെ. ആ ഇങ്ങോട്ടൊന്നില്ലേ വാ ആണ്ടേ നമ്മള് മെമ്പറും വാ. അല്ല അത് ഓപ്പൺ ആക്കുവോ കണ്ടല്ലോ എല്ലാവരും. ഒന്നാം സമ്മാനമാണ്. ഇവരാരും എടുക്കട്ടെ. മോനെ ഇതിങ്ങനെ ഇളക്കി എടുക്കണം കേട്ടോ. ഇളക്കിയിട് അകത്തോട്ട് കൈ നല്ലതായിട്ട് ഇളക്ക്. എങ്ങനെ ഇളക്ക് അങ്ങനെ ഇളക്ക് ഇളക്കിയിട്ട് കൂടെ നിന്ന് സഹായിച്ച സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വലിയൊരു പ്രയാസത്തിൽ നിങ്ങളെല്ലാവരും കരകയറ്റിയതാണ്, അറിയാതെ കരഞ്ഞോയാണ്. പിന്നെ ഈ ഒരു 25-ാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഏപ്രിൽ 13-ന് നമ്മള് ഒരു ലക്കി ഡ്രോ കൂപ്പൺ നറുക്കെടുപ്പ് അല്ലേ നമ്മുടെ അസ്ലാമിക്കടയൊക്കെ സാന്നിധ്യത്തിലാണ് നമ്മൾ നടത്തിയത്. അപ്പൊ അതിന്റെ നറുക്കെടുപ്പാണ് ഇന്ന്. അപ്പൊ നമ്മൾ ജൂൺ 1-ന് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ടിക്കറ്റ് വിറ്റ് തീർന്നില്ലെങ്കിലും കൊടുക്കുമെന്ന് പറയുന്നത് റാഫിക്ക് അത് പാലിച്ചിരിക്കുകയാണ്. അപ്പം വിറ്റെടുത്തോളം ടിക്കറ്റിന്റെ കൗണ്ടർ ഫോയിൽ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ അസ്ലാമിക്കുണ്ട്, മെമ്പർ ഉണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. അങ്ങനെ അടുത്തൊരു വീഡിയോ വീണ്ടും ഒരു നറുക്കെടുപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മളെ പട്ടണപ്രവേശം സിനിമ പറഞ്ഞാൽ ഇനി മുഖം മൂടികളുടെ കാലമാണ് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി നറുക്കെടുപ്പുകളുടെ കാലമാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മുടെ നാട്ടിലൊക്കെ ഇല്ലേ ഒരു പ്രത്യേക സമയം വരുന്ന സമയത്ത് പൂരം വരിക അല്ലേ, പൂരങ്ങളുള്ള സമയം, കല്യാണങ്ങളുള്ള സമയം. എനിക്ക് തോന്നുന്നു 2025 ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് കാലം ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള നറുക്കെടുപ്പുകളാണ്. എല്ലാത്തിൻ്റെയും ഒരുവിധം എണ്ണങ്ങളുടെയൊക്കെ ഫോർമാറ്റ് ഇതാണ്. കടം കൊണ്ട് മനുഷ്യൻ ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്നൊരു സിറ്റുവേഷനിൽ അയാൾക്ക് വീടും അയാളുടെ സ്വത്തുക്കളൊന്നും വിൽക്കാനും കടം വീട്ടാനും, കാരണം സ്വത്തും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അത് വിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള ചാനലുകളെ സമീപിച്ച് ഒരു നറുക്കെടുപ്പ് നടത്തിയിട്ട് ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സീസണാണിപ്പോൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് പാണ്ടിക്കാട് കുഞ്ഞാൻ. സീരിയസ്ലി പാണ്ടിക്കാട് കുഞ്ഞാൻ കാരണം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ആ മാറ്റത്തിൻ്റെ ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഈ വീഡിയോൻ്റെ ഈ കോൺസെപ്റ്റ്, ലോട്ടറിയുടെ കോൺസെപ്റ്റും ലോട്ടറിയോ മറ്റേയോ ഈ നറുക്കെടുപ്പിൻ്റെ കോൺസെപ്റ്റ് അതിൻ്റെ മെറിറ്റ്സിലേക്കും കിടക്കുന്നില്ല. അതൊക്കെ ഇവിടെ ലീഗൽ ഫ്രെയിം വർക്ക് ഉണ്ട്, നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ എന്തായാലും പബ്ലിക് വരുന്ന സംഗതിയൊക്കെ എല്ലാവരും നോക്കി കാണുന്നുണ്ടായിരിക്കും, വീക്ഷിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ അതിൻ്റെതായ മുറയ്ക്ക് പോട്ടെ. പക്ഷേ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാസർ ഖാൻ്റെ കേസിൽ സംഭവിച്ചത് അതിൻ്റെ നടത്തിപ്പാണ്. അതിൻ്റെ നടത്തിപ്പ്, നറുക്കെടുത്ത രീതി, നറുക്കെടുത്ത വ്യക്തി, പ്രൈസ് കിട്ടിയവരും ഈ ഉടമയും തമ്മിലുള്ള ബന്ധങ്ങൾ, ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായീകരണം, ഇതിൻ്റെ ഒപ്പം നിന്നിട്ടുള്ള ആളുടെ തിരോധാനം എന്ന് പറഞ്ഞാൽ മുങ്ങൽ, അങ്ങനത്തെ പല പരിപാടികളാണ്. ഇതിപ്പോൾ ടിക്കറ്റ് എടുത്തവർക്ക് പരാതി ഇല്ലാത്തടത്തോളം കാലം, അവർ മുന്നോട്ട് ലീഗൽ കാര്യങ്ങൾക്ക് പോകാത്തടത്തോളം കാലം നമുക്കിപ്പോൾ ഇതിലൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ടൊരു സംഗതി ജസ്റ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങൾ ഫസ്റ്റ് 2-3 ക്ലിപ്പ് കണ്ടു കാണും. തിരുവല്ലയാണിത് സംഭവം. തിരുവല്ലയിൽ ഒരു വ്യക്തിയുടെ വീടും അയാളുടെ വണ്ടിയും പിന്നെ അതിൻ്റെ കൂടെ കുറേ സമ്മാനങ്ങളും എല്ലാം കൂടി കൊടുത്തിട്ട് ഒരു നറുക്കെടുപ്പാണ്. 250 രൂപ ടിക്കറ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോസിറ്റീവ് കമൻസാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ആ പാവത്തിൻ്റെ കടം വീട്ടിയിട്ടുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇതിൽ നടന്നിട്ടുള്ള സംഗതി എന്ന് എനിക്ക് മനസ്സിലാവുന്നത് അയാൾ വിചാരിച്ച രീതിയിലുള്ള ടിക്കറ്റുകളൊന്നും വിറ്റുപോയിട്ടില്ല. വിറ്റുപോകാൻ ചാൻസ് കുറച്ച് കുറവാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ റീസെൻ്റായിട്ട് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വക ഇതിലുള്ള ഷോ കാര്യങ്ങൾ നടന്നതുകൊണ്ട് കുഞ്ഞാൻ ഷോ നടന്നൊരു കാര്യം കൊണ്ട് തന്നെ ആയിരിക്കാം, എന്താണെന്നറിയില്ല. എന്തായാലും അധികം ടിക്കറ്റുകളൊന്നും വരുന്ന നറുക്കെടുപ്പ് വിറ്റുപോയിട്ടില്ല. പക്ഷെ എന്നാലും വിറ്റുപോയിട്ടില്ലെങ്കിലും അയാൾ പറഞ്ഞ സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള നറുക്കെടുപ്പ് നടത്തി. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഒരു കാര്യം ഞാൻ പറയാം, ഈ വീഡിയോ ഇതിൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. നിങ്ങൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടതിന് ശേഷം പറയാം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ മലയാളികൾ എസ്പെഷ്യലി പറ്റിക്കപ്പെടാൻ ആൾക്കാർ അല്ലെങ്കിൽ ഇതുപോലുള്ള സംഗതികൾ പറ്റിക്കപ്പെടാൻ തന്നെ എല്ലാം തട്ടിപ്പെന്ന് ഞാൻ പറയുന്നില്ല, ഇതുപോലുള്ള സംഗതികളിലൊക്കെ ചെന്ന് തലവെച്ചു കൊടുക്കാനും അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇതിലൊക്കെ പങ്കെടുക്കാൻ അങ്ങനെ പറയാം അല്ലേ. ഇതിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ മലയാളികൾ റെഡി ആവുന്നിടത്തോളം കാലം ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കും. മുഖംമൂടികളുടെ കാലം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള പല രീതിയിലുള്ള സംഭവം വരും. അതുകൊണ്ട് തന്നെ ഈ സംഗതിൻ്റെ മെറിറ്റ്സിലേക്ക് കിടക്കുന്നില്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായിരിക്കാം. പക്ഷേ എല്ലാത്തിനെയും കൊണ്ടുപോയിട്ട് നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസത്തിലുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള മറ്റേ കൈയിടൽ മാന്തൽ സാഫി ഈ സംഗതികളാണ്. പ്ലസ് അതിനെ വഷളാക്കാൻ അവർ നല്ല രീതിയിലുള്ള ഇപ്പം ഇങ്ങനെ ന്യായീകരണങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ കിടക്കാം എന്താണ് ഈ സംഭവം എന്നുള്ളത്.
വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റാണ്, പറ്റുമെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. രണ്ടാമത് നിങ്ങൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകാം. ഏപ്രിൽ 13 ഞങ്ങളെല്ലാവരും പൊതുപ്രവർത്തകരായിട്ടുള്ള ഞങ്ങളെ ഒരുപാട് പേരെ സാക്ഷിയാക്കിക്കൊണ്ടിട്ട് ഇവർ നമ്മളെ വില്ലേജ് മീഡിയയും വി ചാനലും എല്ലാവരും കൂടെ നിന്നിട്ട് നമ്മൾ ലൈവ് ഇടുകയുണ്ടായി. 250 രൂപ കൂപ്പൺ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരുടെ കൈകളിലേക്ക് ഈ സ്ഥാപനങ്ങൾ എത്തട്ടെ. 20 സെന്റ് വസ്തുവും ഒരു മാന്യമായ ഒരു വീടും കയറി താമസിക്കാൻ പറ്റുന്ന ഒരു വീടും, അതുപോലെ അയാളുടെ പേരിലുള്ള കാറ്, സ്കൂട്ടി, സ്വർണ്ണ നാണയം, ഫ്രിഡ്ജ്, അതുപോലെ വാഷിംഗ് മെഷീൻ, സൈക്കിള്, പിന്നെ LED TV, അങ്ങനെ അടങ്ങുന്ന 9ഓളം സമ്മാനങ്ങൾ. അല്ലെ, പറഞ്ഞ വാക്ക് ഇവിടെ വെച്ച് പാലിക്കുകയാണ് ഈ ചാനലുകാരായിരുന്നു അന്നും നമ്മളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുള്ളത്. ഇന്നും അവർ തന്നെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ വന്നിട്ടുള്ളത്. ഞങ്ങളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ തന്നെ ഇത് ലൈവായി സംപ്രേഷണം ചെയ്യുമെന്ന്. അതിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടി എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എന്തായാലും ഇപ്പൊ തന്നെ നമ്മൾ സുതാര്യമായിട്ട് അല്ലേ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കും. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇട്ടത്തോളം ടിക്കറ്റ് നമ്മൾ തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഇവിടെ ഇവർ കൊണ്ടുവന്നത് കംപ്ലീറ്റ് കവറിലാണ്, പെട്ടിയിലാക്കിയിട്ടില്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് കവറിൽ കൊണ്ടുവന്നു, മേശപ്പുറത്ത് തട്ടുന്നു, മേശ ക്ലീൻ ആണെന്ന് അവർ കാണിക്കുന്നു. പിന്നെ എടുത്തെടുത്ത് സ്മരിക്കുന്നുണ്ട് പാണ്ടിക്കാട് കുഞ്ഞാനെ. പാണ്ടിക്കാട് കുഞ്ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഇതോട് കൂടിയിട്ട് അയാൾ എന്താണോ ഉദ്ദേശിച്ചിട്ടുള്ളത്, ചങ്ങായിക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖല ശുചിയാക്കാൻ, എനിക്ക് ശുചീകരിക്കാൻ, എന്താ പറയുക, വൃത്തിയാക്കാൻ, ഇതിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല കറകളഞ്ഞ രീതിയിലുള്ള ഒരു നറുക്കെടുപ്പിന് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് തോന്നുന്നു. മറ്റുള്ള ഭാഷകളിലേക്കൊക്കെ ഇത് ഡബ് ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്. കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ലോകത്ത് മൊത്തം ഇനി എങ്ങനെ നറുക്കെടുപ്പ് നടക്കണം, എങ്ങനെ നറുക്കെടുപ്പ് നടക്കരുത് എന്നുള്ളതിനുള്ള ഒരു സ്റ്റാൻഡേർഡായിട്ട് കുഞ്ഞാൻ്റെ ആ ഒരു ഷോ മാറിയിട്ടുണ്ട്. അപ്പം ഇതാണ് ഇത്, നമ്മൾ ഇതിനകത്തോട്ട് ഇടുക. പറയണ്ടോ? പറഞ്ഞു. അപ്പം ഈ കൂപ്പണായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കൂപ്പൺ മുന്നോട്ട് വെച്ചപ്പോൾ ഒരുപാടൊന്നും പോയില്ലെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ എത്തിച്ചു തന്ന് കുറച്ചെങ്കിലും കടം വീട്ടാൻ പറ്റിയിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷം. എന്നെ സഹായിച്ച, കൂടെ നിന്ന് സഹായിച്ച, സ്നേഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ വലിയൊരു പ്രയാസം നിങ്ങളെല്ലാം കരകയറ്റിയതാണ്, അറിയാതെ കരഞ്ഞോയാണ്. പിന്നെ ഈ ഒരു 25-ാം തീയതി മുതൽ ഒരു പാണ്ടിക്കാട് കുഞ്ഞാനൊരു കൂപ്പൺ എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളോ തട്ടിപ്പോ കാര്യങ്ങളോ നടക്കുന്നില്ല. നമ്മളെ എന്താ പറയുക, ഈ മാസം ഒരു പകുതി കഴിഞ്ഞപ്പോൾ മുതലേ ഇക്ക വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 1-ാം തീയതി തന്നെ നറുക്കെടുക്കണം, എന്തായാലും ചെയ്തിരിക്കും, വിറ്റാൽ വിറ്റ് തീർന്നില്ലേലും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിച്ചു അവസാനം നിമിഷമായപ്പോൾ ഇത്രത്തോളം ടിക്കറ്റുകൾ ഉണ്ടല്ലോ. അപ്പോൾ പറഞ്ഞത് കുഴപ്പമില്ല, നമ്മുടെ വാക്ക് മാറ്റണ്ട, ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും. അപ്പോൾ എന്തായാലും റാഫിക്ക് അത് നിങ്ങൾ ഈ ഒരു കേസിൽ ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം കേട്ടോ. നോക്കൂ, നിങ്ങൾ ഇയാൾ ഇമോഷണലായിട്ട് സംസാരിച്ചു. ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന സ്ത്രീയെ നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഇതാ സ്ക്രീനിൽ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവരിതിൻ്റെ ഓണറാണോ എനിക്കറിയില്ല. കാരണം വെച്ചാൽ അവർ കരയുന്നൊരിത് നോക്കിക്കോട്ടോ. വാക്ക് മാറ്റണ്ട, ആ ഒരു വാക്ക് കൊടുത്തെങ്കിൽ അത് കൊടുത്തിരിക്കും. അപ്പോൾ എന്തായാലും റാഫിക്ക് അത് പാലിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഒരു കള്ളത്തിന് നമ്മളൊരു പെട്ടിയിൽ ഒന്നും ഇട്ടിട്ടല്ല, ഇത് ഇതേപോലെ ജനുവനായിട്ട് കൊണ്ടുവന്നു കേട്ടോ. അത് നമ്മൾ ഇതുപോലെ തട്ടുക. യെസ്, എനിക്ക് തോന്നുന്നു ഇവരായിരിക്കണം ആ വീടിൻ്റെ ഓണർ എന്നുള്ളത് കേട്ടോ. ഒരു സെക്കൻഡ്, അത് നമ്മളെ കൂടെ നിന്ന് എല്ലാവർക്കും, നമ്മളെ സഹായിച്ച കൂടെ നിന്ന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുകയാണ്. ഇതിൽ എനിക്ക് ഒരു കള്ളത്തരമില്ല. 100% സത്യസന്ധയോടെ എന്റെ പെട്ടിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ ഒട്ടിച്ചിട്ടില്ല, ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല കേട്ടോ. ജനുവനായിട്ട് നോക്കി ഒന്നുമില്ല. നമ്മൾ താണ്ട് ഇത് ഇടുകയാണ് കേട്ടോ. ഇതിനകത്ത് കവറിനകത്തൊന്നുമില്ല കേട്ടോ. അപ്പൊ എല്ലാം ഇട്ട് ഇളക്കാണ്. എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നിൽക്കണേ. ഓക്കെ അല്ലേ? അപ്പം ഇളക്കിക്കോ അല്ലേ? നല്ല കേട്ടോ. ഇതിനകത്ത് നമ്മുടെ ആരും കയ്യിലും ഒന്നും വെച്ചിട്ടില്ല കേട്ടോ. പിന്നെ പറയുന്നത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അസ്ലാമക്ക കൈ വെക്ക്, ഇസ്ലാമൊക്കെ കൈ ആണ് ആണിച്ചുണ്ട്, കയ്യിലൊന്നും ഒന്നും ഇല്ല കേട്ടോ അവിടെ. അപ്പം ഇതിപ്പം നമുക്കൊരു കൊച്ചിനെ വിളിച്ചിട്ട് അല്ലേ, ഒരു കൊച്ചു മോനെ മാമനെ അതോ താഴ്ന്ന് മേലോട്ട് തുടങ്ങുന്നു. ഇവര് ആ കുട്ടീനെ വിളിച്ചിട്ട് നറുക്കെടുക്കുന്നു. നറുക്കെടുത്തതിന് ശേഷം ഈ കുട്ടി തെരഞ്ഞെടുത്തിട്ടുള്ള നമ്പറിൽ ആ സ്പോട്ടിൽ തന്നെ ഇവർ ആളെ വിളിക്കുകയാണ്. 7320915. എല്ലാ കാര്യങ്ങളും പരസ്യപ്പെടുത്തിയിട്ടുള്ള രീതിയിലാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം ഒരു തൊട്ടടുത്ത് അപ്പുറത്ത് നിന്നിട്ടുള്ള ആ കുട്ടിയെ വിളിക്കുന്നു. ആ കുട്ടീനെ കൊണ്ട് നറുക്കെടുപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെയാണ് ഈ ഒരു പരിപാടി നടന്നിട്ടുള്ളത്. ഇനി ഇതിൽ ലാസ്റ്റ് ചെറിയൊരു പോർഷൻ കൂടി കാണിക്കാം. ഇവരിതിൻ്റെ ഔട്ട്രോ, എന്താ പറയുക, ഔട്ട്രോ എന്നല്ല പറയുക, അവസാനത്തെ ഒരു ഭാഗം പറയുന്നുണ്ട്. ഇയാൾ ഈ ഒരു നറുക്കെടുപ്പ് ഇത് കേൾക്കുന്ന
പാണ്ടിക്കാട് കുഞ്ഞൻ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള അവസ്ഥയാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ മാത്രമല്ല കേട്ടോ, പാണ്ടിക്കാട് കുഞ്ഞാനും ബാക്കിയുള്ളവരും. പറഞ്ഞ ഡേറ്റിൽ പറഞ്ഞ സമയത്ത് തന്നെ ഇതിലെ കള്ളത്തരങ്ങളോ അങ്ങനെ ഒരു പരിപാടിയില്ല. എന്നുവെച്ചാൽ കറക്റ്റ് ഇത്രയും ആളുകളെ നിർത്തിയിട്ട് നമ്മൾ എടുത്തിരിക്കും അല്ലേ? നിങ്ങൾ തന്ന വിശ്വാസം, നമ്മൾ തന്ന വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിനകത്ത് മക്കൾ എടുക്കല്ലോ ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ കള്ളത്തരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് റാഫിക്ക് കാണിച്ചിട്ടുള്ളത് നമുക്ക് 100% ഉണ്ട്. അതെ, അസ്ലാമിക്ക് ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു, മെമ്പർ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു. ഈ നിൽക്കുന്ന ആളുകളെല്ലാം അത് അവർ കുടുംബത്തോടൊപ്പം വന്ന് ഇവിടെ സത്യസന്ധമായിട്ട് നമുക്ക് വിളിച്ചാൽ കിട്ടുന്നവരെല്ലാം നമ്മൾ വിളിച്ചിട്ടുണ്ട്, വിളിച്ചറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്യും. ഇവർക്കെല്ലാം നമ്മൾ സമ്മാനം ഇവിടെ കൊടുക്കുകയും ചെയ്യും. പിന്നെ ആർക്കെങ്കിലും വന്ന് പരിശോധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ഇതാണ് ഇവിടെ അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഒരൊറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ മറ്റുള്ളവർ ചെയ്ത പോലെ ഒരു കള്ളത്തരങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ കയ്യിലൊട്ടിച്ച് വെച്ച ഉടായ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അത് ശരിക്കും പറയാൻ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു പെട്ടിക്കകത്ത് ഇടാന്ന് പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് അത് വേണ്ട, സുതാര്യമായിട്ട് ഇവിടെ ഒട്ടിപ്പും വെട്ടിപ്പും തട്ടിപ്പൊന്നും വേണ്ടാന്ന്. എന്തായാലും അതിൽ വളരെയധികം ഒരു നന്ദി കുടുംബത്തോട് പറയട്ടെ. വെച്ചാൽ നമ്മൾ കൊടുത്തൊരു വാക്കായിരുന്നു, അത് ഒക്കെ നടത്തി. പലരും ഇപ്പം സോഷ്യൽ മീഡിയയിൽ പലരും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്തി. പക്ഷെ അതൊന്നും വേണ്ട, അദ്ദേഹത്തിന്റെ കാര്യം നടന്നു. അത് നമ്മൾ മനസ്സറിഞ്ഞു കൊടുത്തു, സന്തോഷത്തോടെ തന്നെ. ആ മുഖത്ത് നോക്കാൻ പറ്റും, സന്തോഷത്തോടെ തന്നെ കൊടുത്തിരിക്കുന്നത്. സന്തോഷത്തോടെ നമ്മൾ തരയാണ്. നമ്മൾ സഹായിച്ച് സ്നേഹിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ എന്തായാലും ഇതിനകത്തൊരു സന്തോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. കിട്ടിയവർക്ക് അതിലേറെ സന്തോഷം. അപ്പം എന്താ പറയുന്നത്, ശരിക്കും ഇപ്പോഴാണ് നമുക്കൊരു റബിക സമാധാനമായത്. എന്താ വെച്ചാൽ ശരിക്കും ഒരു 4 മണി വരെ നമ്മൾ ഫുൾ എത്ര പേരോടെ നമ്മൾ സമാധാനം പറയേണ്ടത്. യെസ്, ലേ പാണ്ടിക്കാട് കുഞ്ഞാൻ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് പറഞ്ഞു തള്ളാനും പറ്റില്ല. കാരണം അയാൾക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം വെച്ചാൽ കാശ് വാങ്ങിയിട്ട് ചെയ്തുള്ള പരിപാടി. രണ്ടാമത്തെ കാര്യം ഇത്രേ പറയാനുള്ളൂ, അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോട്ടെ എന്നുള്ള ഡയലോഗ്. കാരണം ഇവർ ഈ ഒരു നറുക്കെടുപ്പിൽ ഉടനീളം ഉപയോഗിച്ചിരിക്കുന്നത് പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പേരും റെഫറൻസുമാണ്. എല്ലാവരും ചിരിക്കുന്നു, കമൻസ് ആട്ടോ, എല്ലാവരും ചിരിക്കുന്നു, ആ പാവം എത്ര വേദനിക്കുന്നു, അല്ല കടം വീട്ടി റാഹത്താവട്ടെ. ആ ഒരു സഹോദരൻ എന്തുമാത്രം ഹൃദയം നിറങ്ങുന്ന വേദനയോടെയാണ് എൻ്റെ കൃപാസന മാതാവേ ആ വീടും സ്ഥലവും ആ മകന് തിരിച്ചു കൊടുക്കണേ, ഈ മനുഷ്യൻ ശൂന്യതയിലേക്ക് ഇറങ്ങുന്ന ചടങ്ങാണ്, 10 സെൻറ്റ് സ്ഥലം ആ പാവങ്ങൾക്ക് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള കമൻസാണ് ഇതിൽ കണ്ടിട്ടുള്ളത്. ഞാനിതിൻ്റെ മെറിറ്റ്സിലേക്ക് കിടക്കുന്നില്ല. ഈ പരിപാടിയുടെ എന്താണ് ഉദ്ദേശം ഒക്കെ പോട്ടെ, അതൊക്കെ അതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെതായ ലീഗൽ ഫ്രെയിം വർക്കിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോട്ടെ. പക്ഷേ പ്രോസസ്സിനെ കുറിച്ച് ജസ്റ്റ് ചെയ്ത് കണ്ട സമയത്ത്, ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് ജസ്റ്റ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യൂ ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.